ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. താഴെ മേലോട്ട് പോയൊരു സാധനം കണ്ടോ നിങ്ങൾ? അതെ ഗായ്സ്, നമുക്ക് ഇന്നൊരു ഫുഡ് ഉണ്ടാക്കിയാലോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്ത് ഫുഡാണ് എപ്പോഴും ഉള്ളിയും തക്കാളിയും മുളകും വെച്ചിട്ട് തന്നെ എന്താ ഇവർ ഉണ്ടാക്കുന്നതെന്ന്. ഗൈസ്, ഇത് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ആയിട്ടും യൂസ് ചെയ്യാം. രാവിലത്തെ ചായക്കും പറ്റും. എങ്ങനെ? അത് നല്ലതല്ലേ? എൻ്റെ ഈ ചാനൽ ഒരു കുക്കറി ഷോ ആയിട്ട് മാറുന്നുണ്ടോ? ഏ ഇനിയിപ്പോ മാറിയാലെന്താ, അതൊരു രസം തന്നെയല്ലേ. എനിക്കിഷ്ടം കുക്കിങ് ചെയ്യുന്നതും അതൊരു ആസ്വദിച്ച് ചെയ്യുന്ന പ്രോസസ്സാ. കഴിക്കുന്ന പോലെ തന്നെ രസമുള്ള കാര്യമാണ് കുക്ക് ചെയ്യുന്നത്. അപ്പൊ കാര്യത്തിൽ ഞാൻ തെന്നി മാറുന്നില്ല. അപ്പൊ ഞാനിവിടെ ഉണ്ടാക്കുന്നത് കോഴിക്കോടിന്റെ ആത്മബന്ധങ്ങളിൽ ആത്മബന്ധം പെട്ട ഗ്രീൻ പീസ് റെസിപ്പിയാണെന്നേ. സോ അതിന് വേണ്ട ചേരുവകളെല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഇൻഗ്രീഡിയൻസ്. നിങ്ങൾ എന്തായാലും നോക്കിക്കൊള്ളേ. ഉള്ളിയും പച്ചമുളകും തക്കാളിയെ പോലെ തന്നെ അതിനേക്കാൾ മെയിനായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്. ബോയിൽഡ് ഗ്രീൻ പീസ്. ഓൾറെഡി ബോയിൽ ചെയ്ത് കഴിക്കണം. അതുകൊണ്ടാണ് ബോയിൽഡ് ഗ്രീൻ പീസ് എന്ന് പറഞ്ഞത്. ഇനി കുറച്ച് കോഴിമുട്ട, ഒരു 4-5 മതി. ഞങ്ങൾക്കൊരു 4 കഴിക്കാനുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിന് സ്റ്റോറി ഉണ്ട്. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ ബീച്ചിൽ പോകുമ്പോൾ ഈ ഗ്രീൻ പീസ് ഇല്ലാണ്ട് എനിക്കൊരു സമാധാനമില്ല. ഉപ്പിലിട്ടതും ഐശ്വര്യവും ഒക്കെ പോലെ തന്നെ ഏറ്റവും ഫേവറേറ്റുള്ള ഒരൈറ്റമാണ് ഈ ഗ്രീൻ പീസ്. പക്ഷെ എന്തോ എനിക്ക് പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ പണ്ടൊക്കെ പോയി ബീച്ചിലിരുന്ന് ആ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഇപ്പം എന്തോ കിട്ടാത്ത പോലെ. മേ ബി അവിടുത്തെ ആ ഒരു ലുക്കൊക്കെ മാറിയതുകൊണ്ടാവും എനിക്കെന്തോ ആ ഒരു ഫീല് കിട്ടുന്നില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരാഗ്രഹം തോന്നുമ്പോൾ ഞാനെന്താക്കും, ഈ ഒരു രീതിയിൽ ചെയ്യും. സാധാരണ രാവിലെ പത്തിരിയും ദോശയും ഇഡ്ഡലിയും ഇത് മാത്രം ആകുമ്പോൾ രസമില്ലല്ലോ. അപ്പം ഇതാകുമ്പോൾ ഹെൽത്തിയുമായി എന്നത്തെ കഴിക്കാൻ രസമുള്ളതുമായി. സോ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനത്തത് ഉണ്ടാക്കാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാമെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. അടിപൊളിയാണ്, നല്ല രസമാണ് കഴിക്കാൻ. എന്തോ കഴിച്ച് തുടങ്ങുമ്പോൾ ഇതിനൊരു അഡിക്റ്റായിട്ട് മാറും, അത് ഗ്യാരണ്ടിയാണ്. എന്താ വെച്ചാൽ ബീച്ചിൽ പോയ സമയത്ത് ഞാനിത് കഴിച്ച് ഇത് കഴിക്കാനായിട്ട് പോയ സമയങ്ങളുണ്ട്. ഇത് കല്ലുമ്മക്കായ, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് സ്പെഷ്യലായിട്ട് വരുന്ന. പിന്നെ എൻ്റെ ചാനൽ ഇതൊരു കുക്കറി ഷോ ആക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ എന്തോ ഞാൻ കഴിക്കുന്നതും എനിക്കിഷ്ടമായിട്ടുള്ള കുറേ റെസിപ്പി നിങ്ങളോട് കൂടി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മറ്റു കോണ്ടന്റുകളോടുകൂടി ഇങ്ങനെയുള്ള കുറച്ച് റെസിപ്പിയും കിടക്കത്തല്ലേ. എന്തായാലും ഇതാക്കി വരുമ്പോഴത്തേക്ക് നല്ലൊരു സ്മെല്ല് വരാനുണ്ട്, ഒരു പ്രത്യേക ഫ്ലേവർ. ഈ ഫ്ലേവർ എനിക്ക് ചില സമയത്ത് കിട്ടാറുണ്ട്. നൈറ്റ് റീല് തോണ്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫുഡിൻ്റെ റെസിപ്പി കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. വല്ലാത്തൊരു ക്രേവിംഗ് ആണെന്നേ ആ സമയത്ത്. ഏറെക്കുറെ ആൾക്കാർക്ക് റിലേറ്റ് ആവുന്നുണ്ടാവും. ഇത് നൈറ്റ് ആണല്ലോ ക്രേവിങ്ങിൻ്റെ ഒരു ടൈം. അങ്ങനെ ക്രേവിംഗ് അടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഓരോ റെസിപ്പികൾ നിങ്ങളങ്ങനെ ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്കും കഴിക്കാം. ഏത് പിന്നെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കൊരു സുഖ, എന്തൊക്കെയോ മറക്കാൻ തോന്നുന്ന പോലെ, എന്തൊക്കെയോ പുതിയ അനുഭവങ്ങൾ കിട്ടുന്ന പോലെ എന്നൊക്കെ പറയും പോലെ. ചിലർ ഇനി വട്ടെന്ന് പറയും, ചിലവർ പലതും വേറെന്തെങ്കിലും ഒക്കെ പറയാം. എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്ക് ചെയ്യുക.